ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. ഒരു തോരൻ വയ്ക്കാനുള്ള ബീൻസ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ക്യാരറ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ക്യാബേജ് ഇല്ലല്ലോ എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ. കുറച്ച് വേണമെങ്കിലും അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു നല്ല ഒരു തോരൻ റെഡിയാക്കാൻ പറ്റും. പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് 2 എണ്ണം ചെറുതായി നുറുക്കിയത്, ക്യാബേജ് 1/4 ഭാഗം, ബീൻസ് കുറച്ച്, ഉരുളക്കിഴങ്ങ് 2 എണ്ണം, സവാള അരിഞ്ഞത് 1 എണ്ണം, വെളുത്തുള്ളി കുറച്ച്, പച്ചമുളക് 5 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 3 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ആദ്യം ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ച് പാത്രം ഒന്ന് ചൂടാക്കുകയാണ്. പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത മണം വരുന്നുണ്ട്. ഇപ്പം കുറച്ച് കറിവേപ്പില ചേർക്കുകയാണ്. ഇനി നമുക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള വഴറ്റാനും വേണം, അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. അഥവാ കുറവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഞാൻ ആദ്യം ചേർക്കുന്നത് അതിൽ രണ്ടിനും ഇത്തിരി വേവ് കൂടുതലാണ്, അതുകൊണ്ടാണ് ആദ്യം അത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ക്യാരറ്റും ബീൻസും ഒക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാബേജും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാബേജും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പിടിക്കാനും വേണ്ടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളിട്ട പച്ചക്കറികളൊക്കെ ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് എങ്ങനെയുണ്ട് തോരണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നല്ലൊരു തോരനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾക്കറിയാവുന്നവർക്കും എല്ലാവർക്കും ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. എൻ്റെ എല്ലാ പുതിയ വീഡിയോകളും പഴയ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റും.